ഇനി നിങ്ങളെ ഞെട്ടിക്കോ. എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളും ഈ സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് വന്നതായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യാനായിട്ടാണ് ഏറ്റവും വലിയ പാട്. വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാക്കോ ഡാ ഒരു സ്വാഗതം പറ. സ്വാഗതം ഡാ, വെൽക്കം ടു ബിന്ദു സ്ട്രീംസ്. ആരെ എവിടെ? അപ്പോൾ ദാ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. സമയം 6:30 ചേട്ടാ, എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പോഴോ? ഇതാ രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ചേച്ചോരെ, അടാട് അടാട് അടാടടാട് അടമ്മേ അടമ്മ. ഞാനത് പാടുമ്പോൾ ഇവരിങ്ങനെ ആടും ചേട്ടാ തിന്നോണ്ട്. പിന്നെ ആടാടെന്ന് പറഞ്ഞ ആടല്ലേ ആടണ്ടേ? മനുഷ്യന്മാരാണോ ആടണ്ടേ? ഇല്ല ആടേ. അപ്പോൾ ആടാടെ ആടെ ആടെ ആടാട് ആടാട് അടാടടാട് അടമ്മേ അടമ്മേ കവിലേ. ഇവളെന്താട്ടാ ആടണേ? നീ ആടണ്ടോ? ആടാട് ആടാട് അടാടടാട് അടമ്മേ അടമ്മേ കവിലെ നല്ലമ്മേ ആടിക്കളിക്കും പോലെ പറമുടി കിട്ടും പോലെ. അപ്പോൾ ചേട്ടൻ ഇവിടെ ബിസിയാണ് കേട്ടോ. ചേട്ടൻ എന്നെ മുണ്ടുമൊക്കെ കാണിക്കുന്നു. നമ്മുടെ അമ്മ നിൽക്കണ കാണിച്ചിരാവേ. ഇതാണ് കേട്ടോ നമ്മുടെ താറാമ ഈ കാഴ്ചകളൊക്കെ കണ്ട് രാവിലെ തന്നെ മുകളിൽ കയറി ഇരിക്കുക. ഇതേ ചേട്ടാ, താറാമയ്ക്ക് മുകളിലിരിക്കാനൊരു കൊതി. ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ നിങ്ങൾ കാണേണ്ട കാഴ്ച വേറെ ഒന്നാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ചേട്ടാ കോഴിക്കൊക്കെ വെള്ളം കൊടുക്കാൻ കൊണ്ടുപോണതാ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞുമുട്ടകൾ, നമ്മുടെ ഗ്ലൂക്കോസും വെള്ളം. ഞാനൊരു കോഴിക്കുഞ്ഞിന് പേരിട്ടതാ ഗ്ലൂക്കോസും വെള്ളം. ഗ്ലൂക്കോസ് വെള്ളം കൊടുത്ത് ഞാൻ അതിനെ രക്ഷിച്ചെടുത്തത്. അതുകൊണ്ട് അതിന് ഞാൻ ഗ്ലൂക്കോസും വെള്ളം എന്ന് പേരിട്ടു. അതേതാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതോ ഓടുന്നു, അവനാണ് എൻ്റെ ഗ്ലൂക്കോസും വെള്ളം. ഉഷാറായി എല്ലാവരും. ഉവാവ് വിച്ചാരൊക്കെ ആരാ? ഉവാവ് വിച്ചാരൊക്കെ ഉഷാറായോ? ഏതാ? ഞാൻ തന്നെ കൊണ്ടുപോകണോ? വീട്ടിൽ ഇനി വേസ്റ്റ് ഇടാനുണ്ടോ? ഉണ്ടോ ചേട്ടാ? എപ്പോ? കുറേ പേരൊന്നും ഇറങ്ങിയിട്ടില്ല. കുറേ പേരൊക്കെ കൂട്ടിനകത്ത് തന്നെയാണ്. കൂട്ടിന് വെളിയിലുള്ള 2 പേരും ഒക്കെ. അതെ, എന്താ ഗ്ലൂക്കോസും വെള്ളം. കുഞ്ഞുമോട്ടേ, ഓ ഇതാ ഇവരൊക്കെ രസമല്ലേ? ഗ്ലൂക്കോസ് വെള്ളം എടുപ്പോടാ. ഇതേ പോണു. ഇതാ പെണ്ണുങ്ങൾക്ക് കട്ടിലൊക്കെ കൊണ്ട് കൊടുത്ത് സുഖമായി ഉറങ്ങട്ടെ എന്നോർത്ത്. ആ ചൂട്ട് നേരെ ഒന്നോടെ ഒന്ന് ഇടണം. നീങ്ങിപ്പോയി. പൂവന്മാർ കയറി നിൽക്കണതാ. ആ പൂവനെ എപ്പോഴും. നല്ല രസമല്ലേ ഇവരെയൊക്കെ കാണുമ്പോൾ? രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ. സത്യത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിവിടെ മഞ്ഞില്ലെന്നൊക്കെ തോന്നും.
പക്ഷെ നമ്മളങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ ആകെ മഞ്ഞായിരിക്കും. ആടാട് ബാ, നമുക്ക് ആടാം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ. ഇത് പിന്നെ വാ, നമുക്ക് ആടാം. ബാ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ. ഇത് വെണ്ണ ആടമ്മേ, നിന്നോടാ പറഞ്ഞേ ആടാൻ. ഇതൊരു ഇത്ര കാടിയതില്ലേ, 2 വാഴയിലും എടുത്തേക്കാം. കൊതിച്ചികളാണ് ഇവളന്മാർ. എന്നടാ ഇവനിപ്പോൾ ഒട്ടും സ്നേഹമില്ല കേട്ടോ. നീ എന്നോട് മിണ്ടാൻ വരണ്ട. നീ എൻ്റെ അടുത്ത് വരാറുമില്ല, നീ എന്നോട് കൂടാറുമില്ല. പോടാ. ഓക്കെ, എന്നാ ആടണ പിള്ളേർക്കൊക്കെ വാഴയിലുണ്ടേ. അതുകൊണ്ടത് മൊത്തം കൊണ്ടല്ലേ, ആ കുഞ്ഞിന് കൊടുക്കണ്ടേ. സുന്ദരികളാണേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഇങ്ങനെ ആടറി. ആടാട് ആടാട് ആടാടാടാട്. രസം. എന്നാടാ വിശേഷം? നീ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണത്? പോവണോ? ഓ, താറാമ്മ അവിടെ ഉണ്ടോ? താറാമ്മ പറഞ്ഞ് എന്നെ കാണുന്നില്ലേന്ന്. അപ്പോൾ ദേ ഇവർ രണ്ടുപേരെയും കാണുന്നില്ലെന്ന് വെച്ചാൽ അവർ ഓടി വന്നിട്ടുണ്ട്. പിന്നെ വിശേഷമൊക്കെ? ഇത് രണ്ടും പൂവന്മാരാണ് ചേട്ടാ, ഇതും അതും. എടാ ഹലോ, അങ്ങനെയാണ് ഇവരുടെ വിശേഷങ്ങൾ. പിന്നെ ഇത് രണ്ടും പെടക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. കരിങ്കോഴി അങ്ങ് രാജസ്ഥാനിൽ നിന്ന് വന്നതോ, രാജസ്ഥാൻ ഗ്രാമത്തിൽ നിന്ന് വന്നതോ, അങ്ങനെ എന്തോ ഞാൻ വായിച്ചു കരിങ്കോഴിയെക്കുറിച്ച്. ഇനിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ സർപ്രൈസ് കാണാൻ പോകുന്നത്. ഞാൻ രാവിലെ സർപ്രൈസ് കണ്ട് ഞെട്ടിയതാണ്. ഇനി നിങ്ങൾ ഞെട്ടിക്കോ. എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ സിറ്റുവേഷനൊക്കെ തരണം ചെയ്ത് വന്നതായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യാനായിട്ടാണ് ഏറ്റവും വലിയ പാട്. വല്ലാത്ത സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ നോക്കൂ, അതാ നോക്കൂ, അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ, അതാ നോക്കൂ. ഒരു മുറ്റം നിറയെ മിന്നിപ്പാടരും മുല്ലക്കൊടി പൂത്ത കാലം. ആ അവസ്ഥയാണിത്. മുല്ലക്കൊടി പൂത്തതല്ല, മഹാഗണിയുടെ ഇലയെല്ലാം കൊഴിഞ്ഞു വീണതാണ്. അതും ദാ അപ്പുറത്തെ പറമ്പിലെ മഹാഗണി. നമുക്ക് സ്വന്തമായി മരമൊന്നുമില്ലെങ്കിലും നമുക്ക് നൊസ്റ്റാൾജിയ ഇറക്കിക്കൊണ്ട് മുറ്റമടിക്കാനുണ്ട്. ഇഷ്ടംപോലെ ഇലകളുണ്ട്. യാതൊരു പഞ്ഞവുമില്ലാത്ത രീതിയിൽ ഇലകളുണ്ട്. അതല്ല, ഈ കിടക്കുന്ന മെറ്റലിൻ്റെ ഇടയ്ക്കോടെ തന്നെ, ഈ മെറ്റലിൻ്റെ ഇടയ്ക്കോടെ എങ്ങനെ ഈ ഇല അടിച്ചു വരുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. അതെ, ബാസ്ക്യൂവിൻ്റെ തീറ്റ തിന്നാനായിട്ടേ അവിടെ ഒരാൾ പതുങ്ങി കയറി നിൽക്കുന്നുണ്ട്. കൊക്കൊക്കൊക്കൊക്കൊക്കൊക്കൊ എന്നും പറഞ്ഞ്. അവനകത്ത് ഒരു കുഴപ്പമില്ല. കോഴി തിന്നാലും വേണ്ടില്ല, പട്ടി തിന്നാലും വേണ്ടില്ല, ഓട്ടം നോക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് നിർത്താം. അപ്പോൾ എൻ്റെ രാവിലത്തെ ദയനീയമായ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. രാവിലെ ഏതായാലും ആ മുറ്റം അടിച്ചു വരാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ പെയ്ത മഴയിൽ അങ്ങനെ കിടക്കുന്നതാണ്. അതുമാത്രമല്ല, നനഞ്ഞതായതുകൊണ്ട് അടിച്ചാൽ നീങ്ങത്തില്ല. മഞ്ഞുങ്ങടെ വീണ് കിടക്കുമല്ലേ. ഈ പറഞ്ഞതുപോലെ മഞ്ഞ് ഞെറിഞ്ഞില്ലല്ലോ. ഇതാ നോക്കൂ, ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞതാണ് കേട്ടോ.
നല്ല നിലവാരത്തിൽ തന്നെ ഇവിടെ മഞ്ഞുണ്ട് കാലത്തെ. ഉണ്ടോ? അത് അക്കരെയുള്ള മലകളൊന്നും നമുക്ക് കാണാനേ പറ്റണില്ല. അങ്ങ് ദൂരെയൊക്കെ വലിയ മലകളുള്ള നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇവിടെയൊക്കെ. അപ്പം അതാണ് അവസ്ഥ. ഇപ്പം 2 മഴ പെയ്തത് കൊണ്ട് ഉഷാറായത് നമ്മുടെ പൂച്ചെടികളൊക്കെയാണ് കേട്ടോ. എന്താ മുറ്റത്ത് നട്ട പൂച്ചെടികളിലൊക്കെ അത്യാവശ്യം നല്ല പൂവുണ്ടായിട്ടുണ്ട്. റോസയിലൊക്കെ 1-2 പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമൊന്നുമല്ല, നമുക്ക് ധാരാളം പുല്ലുകളും പൂന്തോട്ടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് വിരിഞ്ഞ കുറച്ച് പൂക്കളാണ് ഈ പൂവ്. ഈ ഓറഞ്ച് കളറുള്ള ഈ ഒരു ബന്ദിപ്പൂ ഇവിടെ ആദ്യമായിട്ട് വിരിഞ്ഞതാണ്. പിന്നെ ആദ്യമായിട്ട് വിരിഞ്ഞ ഒരു പൂവ് ഇവിടെ ഉറങ്ങിയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നേരം വിളക്കുമ്പോഴത്തേക്കും വിടരുവായിരിക്കണം. ഇതൊരു നൊസ്റ്റാൾജിയ കേട്ടോ, ഒത്തിരി ആഗ്രഹിച്ചു കൊണ്ട് നട്ടതാണ്. പിന്നെ ആ മുല്ലയിൽ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ മുല്ലയിൽ മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അടുത്ത മുല്ലയിലും മുട്ടുണ്ടാവാനുള്ള തയ്യാറെടുപ്പിലൊക്കെ മുല്ല തളിർത്ത് ചെറിയ തളിരൊക്കെ വരുന്നുണ്ട്. പിന്നെ മഴ പെയ്തതിൻ്റെ മഞ്ഞുതിരുന്നതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ ഇതായി ഇവിടെ മുക്കുറ്റി പോലും മനോഹരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റോസയ്ക്കൊക്കെ പുതിയ തളിരൊക്കെ വരുന്നുണ്ട്. പക്ഷികളൊക്കെ കാലത്തെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കുറച്ച് പ്ലാവിലാണ്. നമ്മളപ്പുറത്തുനിന്ന് പ്ലാഞ്ചോറ് വെട്ടിയതാണ് കേട്ടോ. ഇതാ അവിടെ പ്ലാവുണ്ട്. ആ പ്ലാവിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്നൊക്കെ അത് ഇന്നലെ ഒന്ന് ഉണങ്ങാനിട്ടതാണ്. അന്നത്തേക്ക് മഴയൊക്കെ പെയ്തു. പിന്നെ പടത ആയതുകൊണ്ട് നമ്മളിതങ്ങ് മൂടിയിട്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഒരു ചെടി. ഇത് നമ്മൾ വാഗമണ്ണിൽ നിന്ന് വാങ്ങിയ ഒരു റോസയായിരുന്നു. അപ്പോൾ ആ റോസ ഇങ്ങനെ നിർജീവമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പം അതിന് ധാരാളം തളിര് വരുന്നുണ്ട്. അപ്പം ഓരോ തളിരിലും പൂവരും കായ് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതാ പുതിയ മുട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊരു സൈസ് ഒരു പീച്ച് കളറുള്ളൊരു റോസാപ്പൂവാണ്. കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതാ വെള്ളം, ഇത് രസമാണ് കാണാൻ. പൂവിൽ നിന്നുള്ള വെള്ളത്തിനൊരു തണുപ്പാണ്. അങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇത്രയേറെ ദുഃഖങ്ങളുണ്ടായെങ്കിലും കുറേ ചെടികൾക്കൊക്കെ ആശ്വാസമായിട്ടുണ്ട്. ചെടികളൊക്കെ ഒന്ന് ഭംഗിയിലായിട്ടുണ്ട്. ഇതെല്ലാം മുളച്ചിയാണ് കേട്ടോ. ആൻസൂട്ടിന് സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്തു വിട്ടതാണ്. അതിൽ നിന്നും ഉണ്ടായി നിൽക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ 1-2 പാവയ്ക്കയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പാവയ്ക്ക കറി വയ്ക്കാൻ എടുത്തപ്പോൾ പഴുത്തിരുന്ന വിത്ത് ഞാൻ കൊണ്ട് പാകിയതാണ്. മുളച്ചെന്ന് പറയാം, കാരണം ഞാനല്ലേ പാകിയത്. അപ്പം ഇതാണിപ്പം നമ്മുടെ അവസ്ഥ. ചേട്ടനാണെങ്കിൽ മരുന്നടിക്കാനായിട്ട് പോവുകയാണ് പുല്ലിന്. ചേട്ടനിപ്പം തന്നെ പോകും. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലാലാവാടി നടക്കുന്നത്. വിളിച്ചാൽ വരൂല. തുറക്കണ്ട, എന്നോട് പറഞ്ഞില്ലേ വരൂലെന്ന്. നീ തുറക്കടാ. ചേട്ടനത് തുറക്കാം. അപ്പം ഞാൻ ആ ഒച്ച കേൾക്കട്ടെ. പണ്ട് ഞാനിതിൽ നടന്നു പോണ സമയത്തായിരിക്കും ചേട്ടൻ ചിലപ്പോൾ വാതിലൊക്കെ ടപ്പോ എന്ന് പറയണ്ട ഒച്ച കേൾക്കാം. വാതിലിച്ചിരി ഫിറ്റാ ടൈറ്റായിട്ടിരിക്കുന്നതാ. അയ്യോ പാവോ. അയ്യോ ക്യൂടെക്സ് ഒക്കെ ഇടണമെന്ന് ഓർത്ത ഒന്നും നടന്നില്ല. ആകെ മൂട് പോയി. ഇന്നലെ എനിക്ക് എൻ്റെ ഒരു മുറി കണ്ടപ്പോൾ മൂട് പോയി.
ആ മുറി ഇതുവരെ ശരിയാക്കിയിട്ടും ഇല്ല കേട്ടോ. എനിക്കൊരു അലമാരി വാങ്ങിച്ചിടാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ആ മുറി ഒന്ന് ശരിയാക്കാൻ. ഇതന്നെ വാതിൽ തുറക്കണ്ട് ഇല്ലേ? തുറന്ന് തുറന്ന് അതാ സുഹൃത്തുക്കളെ, ചേട്ടൻ കടന്നു വരികയാണ്. കയ്യിലൊരു ബക്കറ്റും ഉണ്ട്. ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മളൊക്കെ നോക്കിയിരിക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊണ്ടുവരുന്നു. ഇതങ്ങനെയല്ല. ഒന്നുമില്ലേ വാക്കത്തി, അല്ലെങ്കിൽ കോടാലി, അല്ലെങ്കിൽ ബക്കറ്റ്, അല്ലെങ്കിൽ കലം, ഒന്നുമില്ലെങ്കിൽ കോഴിക്കുള്ള തീറ്റ, ഇതൊക്കെ ആയിരിക്കും ചേട്ടൻ്റെ കയ്യിൽ. അല്ലെങ്കിൽ ഇതേ പുല്ലിന് മരുന്നടിക്കണ പാത്രം. അതിനാ അങ്ങനെയല്ല വേണ്ടത്. ഇച്ചിരി പരിപ്പോട, അല്ലെങ്കിൽ ഒരു പപ്പടവട, അല്ലെങ്കിൽ വല്ല മിച്ചർ, അല്ലെങ്കിൽ വല്ല പൊറോട്ടയും ബീഫും, ഇതൊക്കെയാണ് വേണ്ടത് വരുമ്പോൾ. ചേട്ടാ, അപ്പം ഈ പൂച്ചെടി തന്നെ അങ്ങോട്ടെടുത്ത് വെക്കാത്ത? ഇത് വീണ്ടും വാടിയില്ലോ. അല്ല, ഇത് വാടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. 2 തളിര് വന്നിട്ട് വാടി. മുറ്റത്ത് നിൽക്കുവാണെങ്കിൽ ഇച്ചിരിയോടെ ഒരു ഉഷാറാവില്ലായിരുന്നോ? ഇത് സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. വീണ്ടും വാടിയെന്നേ. എന്നതാ ഇതാണ് തിന്നാൻ കൊണ്ട് തന്നെ കപ്പ. മുറ്റം കിടക്കണ കണ്ടോ? മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം. ഇനി അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. ഒരു ചാക്ക അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കാണാം. അതേ കിടക്കണം. അതെനിക്ക് വല്ലതും നടാൻ വേണ്ടിയാ. ഓഹോ, അടപ്പത്തൊന്നും ഇല്ലല്ലോ അല്ലേ? കോഴികളൊക്കെ പറന്ന് കിടക്കണേ. അവര് ഈ മാക്കൂനെ അഴിച്ചു കേട്ടാത്ത അവനാ സമയത്താ ചേട്ടാ വരുള്ളൂ. ചേട്ടൻ അഴിച്ചു കെട്ടണ അവനൊരു സന്തോഷം. ചേട്ടൻ കൊള്ളാലോ. നിങ്ങൾക്കൊരു രസം. ഇത് നമ്മുടെ കോഴിപ്പടകളുടെ മുട്ടകളുണ്ടോ? ഇത് പൊരുന്നൊക്കെ ഇരിക്കണ കോഴിപ്പടയുടെ മുട്ടയാണ്. നമ്മൾ നാടൻ കോഴി ചെറുതല്ലേ, കുഞ്ഞി മുട്ടയാണ് കേട്ടോ. പക്ഷെ ഏറ്റവും ഔഷധഗുണമുള്ളതാണ്. ഇത് പിന്നെ മുട്ടക്കോഴിയുടെ നാടൻ മുട്ട. ഇതും അതാണ്. ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ മുട്ട. നാടൻ കോഴിയുടെ മുട്ട കഴിക്കത്തില്ല, നല്ലതൊന്നും തിന്നില്ല എന്ന് പറഞ്ഞാണ്. ഒരാൾ നല്ല ഉറക്കമാണ്. ബെഡ്ഷീറ്റ് വിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ബെഡ്ഷീറ്റ് വിരിക്കാതെ അവനെ പുതപ്പങ്ങ് വിരിച്ചിട്ട് കിടന്നതാണ്. ഇപ്പം ദോ കിടക്കുന്നു. എടാ എണീക്കടാ, ഞാൻ പോവാ. നീ പോണില്ലേ? 8:30 ആയി. നീ സ്കൂളിൽ പോണില്ലേ? 8:30 ആയി. എന്നാ എണീറ്റ് വാ. 8:30 ആയടാ ഇറക്കാം. ശരിക്കും 8:30 ആയി. ഞാൻ നേരെ പറഞ്ഞേ. എണീക്കണ്ടോ? ഇല്ലേ? എന്നാൽ പിന്നെ ഇവിടെ കിടന്ന് ഞാൻ പോവാ. അതാണ് ഈ വീട്ടിലെ അവസ്ഥ. ആ ക്ലോക്ക് ചത്ത് കിടക്കുക. പത്രം വായിക്കുന്ന ചേട്ടൻ. അപ്പം ഇതാണ് നമ്മുടെ കാലത്തത്തെ അതിരാവിലത്തെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഇങ്ങ് കൂടി വരുവാണല്ലോ. ആദ്യം ഞാൻ വന്നപ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു. ദേ മഞ്ഞ ഇങ്ങോട്ട് കടന്നു വന്നു. മഞ്ഞുമാസ പക്ഷി മണിക്കോടിൻ പാട്ടുണ്ടോ. അപ്പം ഞാൻ പോയിട്ട് വരാം. വേറെ വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ വീട്ടിലെ
കാലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. എന്നാ ചിരിക്കുന്ന? ഇതൊക്കെ കാണാനാണ് ഇവർക്കും താല്പര്യം. അപ്പം നമ്മൾ പുതിയ വിശേഷവും പുതിയ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷവും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.